ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിവൈൻ വോയ്സിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും വിശുദ്ധിയുടെയും കൃപകൾ ചൊരിയുന്ന നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. നോമ്പുകാലം പലതും നാം ഉപേക്ഷിച്ചുകൊണ്ട് പലതും നേടിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ നോവെടുക്കുക എന്നുകൂടി അതിനർത്ഥമുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങളെ നോവെടുത്ത് നോമ്പ് നോക്കിക്കൊണ്ട് ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് അതിനെ എങ്ങനെ രക്ഷാകരമാക്കാമെന്നാണ് നാം കുറച്ചു സമയം ചിന്തിക്കുന്നത്. വചനത്തിലൂടെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. സഹനത്തിൻ്റെ നിമിഷങ്ങളിലാണ് കർത്താവിനെ കണ്ടെത്താനും അവിടുത്തെ സാമീപ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. കാരണം നമ്മുടെ സഹനങ്ങളിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് കരുതലായി കാവലായി കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. സഹനത്തിലൂടെ കടന്നു പോകാത്തവരായിട്ട് ആരുമില്ല. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പല വിധത്തിലുള്ള സഹനത്തിലൂടെ കടന്നു പോകുന്ന മക്കളാകാം. എന്നാൽ ഈ സഹനങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ പലതരത്തിലാണ് അനുഭവപ്പെടുക. ചിലവർക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ആരുമില്ല, എന്നെ ഒന്ന് കരുതാൻ, എൻ്റെ പ്രശ്നങ്ങളൊന്ന് കേൾക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ, ഒരു ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും. എൻ്റെ ആരോഗ്യവും സമയവും സമ്പത്തും എല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് എൻ്റെ വേദനകളിൽ, എൻ്റെ നൊമ്പരങ്ങളിൽ എന്നെ മനസ്സിലാക്കാതെ അവരുടെ ഹൃദയങ്ങളിൽ എനിക്ക് സ്ഥാനമില്ല എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ഒരു വേദന, അവഗണിക്കുമ്പോഴുണ്ടാകുന്ന ഒരു നൊമ്പരം, ഈ നൊമ്പരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഹൃദയവേദന, അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകാം. ചിലപ്പോൾ രോഗത്തിൻ്റേതാകാം, കഷ്ടപ്പാടുകളുടേതാകാം, സാമ്പത്തിക പ്രതിസന്ധിയുടേതാകാം. എന്തു തന്നെയായാലും അതൊരു വേദന തന്നെയാണ്. ഈ വേദനയെ മറികടക്കാനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആണ് നമ്മൾ ഈ മണിക്കൂറുകളിൽ, നാം ഈ നിമിഷങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. നാം സ്നേഹിച്ചവരുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമില്ലെന്ന് അറിയുമ്പോൾ നാം കടന്നു പോകുന്നത് ഒരു പൊള്ളുന്ന അനുഭവത്തിലൂടെയാണ്. ഈ പൊള്ളുന്ന അനുഭവത്തിൽ നാം ചെന്നിരിക്കേണ്ടത് ക്രൂശിതൻ്റെ ചാരത്താണ്. ഇങ്ങനെ ജീവിതത്തിൽ നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കും ജീവിതത്തിൽ ആശ്രയിക്കാൻ ആരുമില്ലാത്തവർക്കും വേണ്ടിയാണ് ഈ നോമ്പുകാലം. സങ്കീർത്തനം 50:15 പറയുന്നു: അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ സഹന നിമിഷങ്ങളിൽ നാം വിളിച്ചപേക്ഷിക്കേണ്ടത് ക്രൂശിതനെയാണ്, ചെന്നിരിക്കേണ്ടത് ക്രൂശിതൻ്റെ ചാരത്താണ്. അപ്പോൾ ക്രൂശിതൻ പറഞ്ഞു തരും സഹനത്തിൻ്റെ ആഴം. ഈശോ ഏറ്റവും അധികം വേദനിച്ചതും തളർന്നു പോയതും ഗെത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥനയിലാണ്. ഇവിടെയാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ശാരീരിക വേദനയേക്കാൾ കഠിനമായ വേദന മനസ്സിൻ്റെ വേദനയാണെന്ന് ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. ശരീരം എത്രമാത്രം തളർന്നു പോയാലും മനസ്സ് തളരാത്തിടത്തോളം കാലം നമുക്ക് ശരീരത്തിൻ്റെ വേദനയെ അതിജീവിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് പറയുമ്പോൾ, ചില ക്യാൻസർ പേഷ്യൻസ് ശരീരത്തിൽ ക്യാൻസർ എന്ന രോഗം കാർന്നു തിന്നുമ്പോഴും മനസ്സിൻ്റെ ആ ധൈര്യത്തിൽ ഈ ക്യാൻസറിനെ പോലും അതിജീവിച്ച പല മനുഷ്യരെയും ജീവിതത്തിൽ കണ്ടുമുട്ടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
ഇതുപോലെ നമ്മുടെ മനസ്സ് തളരാത്തിടത്തോളം കാലം നമുക്ക് ശരീരത്തിൻ്റെ എല്ലാ വേദനകളെയും അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ മനസ്സ് തളർന്നു പോകുമ്പോൾ ശരീരം തളരുന്നു, ഒപ്പം ആത്മാവും തളരുന്നു. ഇതുകൊണ്ടാണ് നമുക്ക് ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ മനസ്സ് തളർന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന്. എന്നിരുന്നാലും ഈശോ കൂട്ടിച്ചേർക്കുന്നു, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന്. ഈ മനസ്സിൻ്റെ ഈ ബലമുള്ളത് കൊണ്ടാണ് ഈശോ 3 പ്രാവശ്യം വീഴുമ്പോഴും കുരിശുമായിട്ട് വീണ്ടും എഴുന്നേറ്റ് നടന്നു നീങ്ങുന്നതും കാൽവരി മലമുകൾ വരെ കുരിശു ചുമന്ന് ജീവിതബലി പൂർത്തിയാക്കാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുന്നതും. ഈ സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോയുടെ കൂടെ നിഴലായി പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒന്ന് മാത്രമാണ് ഈശോയ്ക്ക് ആ കുരിശ് ചുമക്കുവാനായിട്ട് ശക്തിയായത്, ധൈര്യമേറിയത്. എന്നാൽ ഗെത്സമേൻ തോട്ടത്തിൽ നമ്മൾ ഈശോയുടെ കൂടെ അമ്മയുടെ സാന്നിധ്യം കാണുന്നില്ല. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടാണ് ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നത്. അവിടെ മനസ്സ് തളർന്ന് ഈശോ ആ കല്ലിന്മേൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രിയ ശിഷ്യർ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും ശിഷ്യന്മാർ ശാരീരികമായ ക്ഷീണത്താൽ മയങ്ങുകയാണ്. അവിടെയാണ് ഈശോ തളർന്നു പോകുക. കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറയുന്നു. യൂദാസ് ചുംബനത്താൽ ഒറ്റിക്കൊടുക്കുന്നു. ഒരു വ്യക്തിയെ നാം സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഒരു ചുംബനം നമ്മൾ നൽകുക. ആ വിശുദ്ധ ചുംബനത്താൽ തന്നെ ഈശോയെ ഒറ്റിക്കൊടുക്കുമ്പോൾ ഈശോ അനുഭവിക്കുന്ന ഒരു മാനസിക വേദന. ഇവിടെയാണ്, ഇതുപോലെയുള്ളൊരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും തളർന്നു പോകുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഈ അവസ്ഥയിൽ പോട്ടെ, സാരമില്ല, ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്താനായിട്ട് ഒരാൾ മതി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിജയത്തിലേക്ക് കുതിക്കാനായിട്ട്. എന്നാൽ ഇതില്ലാതെ വരുമ്പോഴാണ് ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്നേഹിച്ചവർ നമ്മെ തള്ളിപ്പറയുമ്പോൾ, ഒറ്റിക്കൊടുക്കുമ്പോൾ, അവഗണിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ആ ഒരു ഹൃദയവേദന, ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ശരിക്കും മനസ്സിലാകും ആ ഹൃദയത്തിൻ്റെ വേദന എത്രയോ വലുതാണെന്ന്. ഇതുപോലെ ഹൃദയത്തിൻ്റെ വേദന ഒത്തിരിയധികം ആഴത്തിൽ അനുഭവിക്കുമ്പോഴാണ് കുറച്ചു പേരെങ്കിലും വിശ്വാസ ജീവിതത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ട് ആത്മഹത്യയിലേക്കും നിരാശയിലേക്കും വഴിമാറിപ്പോകുന്നത്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ഈ സഹന നിമിഷങ്ങളെ ഇനി എങ്ങനെ നമുക്ക് രക്ഷാകരമാക്കി മാറ്റാമെന്ന്. ഈ സഹന നിമിഷങ്ങളിൽ നമുക്കേറ്റ മുറിവുകളും മറക്കാൻ പറ്റാത്ത വേദനകളും ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മേക്കാൾ മുറിവേറ്റവനും വേദന സഹിച്ചവനുമായ ഈശോയുടെ ആ ക്രൂശിതൻ്റെ ചാരത്ത് നമുക്കൊന്ന് പോയിരിക്കാം. ആ തിരുമുറിവുകളെ നമുക്കൊന്ന് ധ്യാനിക്കാം. വേദനയുടെ നിമിഷങ്ങളിൽ സ്നേഹിക്കുന്നവരുടെ അടുത്തായിരിക്കുവാൻ നാം ആഗ്രഹിക്കുന്ന പോലെ, അതുപോലെ നമ്മെ സ്നേഹിക്കുന്നവരുടെ സാമീപ്യം നമുക്ക് ഒത്തിരി ആശ്വാസം പകരും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈശോയുടെ ആ മുറിവേറ്റവൻ്റെ അടുത്ത് പോയിരുന്ന് നമ്മുടെ വേദനകളെ, നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ സഹനങ്ങളെ നമുക്ക് രക്ഷാകരമാക്കാം. കാരണം മുറിവേറ്റവൻ നമ്മെ സൗഖ്യപ്പെടുത്തും, നമ്മെ ആശ്വസിപ്പിക്കും, നമുക്ക് സമാധാനം നൽകും. രണ്ടാമതായി നാം ചെന്നിരിക്കേണ്ടത് ദിവ്യകാരുണ്യമാകുന്ന തീക്കട്ടയുടെ അടുത്താണ്. ഈ ദിവ്യകാരുണ്യമാകുന്ന തീക്കട്ടയോട് ചേർന്ന് നമ്മുടെ ജീവിതാവസ്ഥകളെ പങ്കുവെച്ച് ഇരിക്കുമ്പോൾ എത്രത്തോളം തീക്കട്ടയോട് ആ ദിവ്യകാരുണ്യം തീക്കട്ടയോട് ചേർന്നിരിക്കുന്നുവോ അത്രത്തോളം നമ്മിലേക്ക് ആ ചൂട് പകരും. നമ്മുടെ ജീവിതത്തിലെ ചിലതെല്ലാം കത്തിച്ചാമ്പലാകും. ചില മേഖലകളെ ഈശോ അത് നമ്മെ പൊള്ളിക്കും. ഇതുപോലെ ഈ ദിവ്യകാരുണ്യമാകുന്ന തീക്കട്ടയുടെ അടുത്ത് നോമ്പുകാലത്ത് ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ദുശ്ചിന്തകൾ, തഴക്കദോഷങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ,
വേദനിപ്പിച്ചവരുടെ വെറുപ്പ്, വിദ്വേഷം ഇതൊക്കെ കത്തിച്ചാമ്പലായി നാം പുതിയൊരു വ്യക്തിയായിട്ട് മാറും. ഇങ്ങനെ നമ്മുടെ സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ഈ കൈ ഒരു തീയുടെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ ചൂടാവും. ഈ ചൂടായ കൈ നമ്മൾ അടുത്തിരിക്കുന്ന ഒരാളുടെ മേത്തേക്ക് വെക്കുമ്പോൾ ആ ആൾക്കും ചൂട് കിട്ടും. ഇതുപോലെ നമ്മുടെ സഹനങ്ങളെ ദിവ്യകാരുണ്യമാകുന്ന തീക്കട്ടയോട് ചേർന്ന് വെച്ച് ആ ചൂട് നമ്മിലേക്ക് പകരുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്നവർക്ക് നമുക്കും ചൂട് പകരാൻ, അവരുടെ വേദനകളിൽ ആശ്വാസം പകരാൻ, അവർക്ക് സൗഖ്യം പകരാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയും. വചനത്തിൽ പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയില് കർത്താവിന് സ്വീകാര്യരായവരും. അതെ, കർത്താവിന് ഇഷ്ടപ്പെടുന്നവർക്കാണ് സഹനങ്ങൾ അനുവദിച്ചു തരിക. മൂന്നാമതായി നാം ചിന്തിക്കേണ്ടത്, എൻ്റെ ദൈവം അറിയാതെയും എൻ്റെ ദൈവം അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരില്ല എന്ന ഒരു വിശ്വാസമാണ്. ഈശോ നമ്മെ അളവില്ലാതെ സ്നേഹിക്കുന്നത് പോലെ തിരിച്ചും ഈശോയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ നോമ്പുകാലം ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നാം ഈശോയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മിൽ ഇഷ്ടമില്ലാത്തതും ഈശോയെ വേദനിപ്പിക്കുന്നതുമായി നമ്മിലുള്ള നമ്മുടെ കുറച്ച് ജീവിത ശൈലികൾ നമുക്ക് ഈശോ ബോധ്യപ്പെടുത്തി തരും. ഈശോയെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടത് വരും. ചില കാര്യങ്ങൾ പുതിയതായിട്ട് നമ്മിലേക്ക് ചേർത്ത് വെക്കേണ്ടതായിട്ട് നമുക്ക് വരും. ഇതാണ് ഒരു ആത്മീയമായ പോരാട്ടം. അതിനായി നമ്മളെ ഒരുക്കണം. ഈശോയുടെ യഥാർത്ഥമായ സ്നേഹമുണ്ടെങ്കിലേ ആത്മീയ പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ആത്മീയ പോരാട്ടത്തിൽ വിജയിച്ച കുറച്ച് പേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ഒന്ന്, ചുങ്കക്കാരൻ മത്തായിയാ. ചുങ്കക്കാരൻ മത്തായിയുടെ കയ്യിൽ എപ്പോഴും പണമായിരുന്നു. അവൻ്റെ ഏക ആശ്രയം പണത്തിലായിരുന്നു. എന്നാൽ ചുങ്കക്കാരൻ മത്തായി ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ, അവൻ്റെ കയ്യിൽ അവൻ പേന പിടിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ സുവിശേഷകനായ മത്തായിയായിട്ട് മാറുകയായിരുന്നു. അടുത്ത് നമ്മൾ കണ്ടുമുട്ടും ചുങ്കക്കാരൻ സക്കേവൂസിനെ. ചുങ്കക്കാരൻ സക്കേവൂസ് എല്ലാവരിൽ നിന്നും പണം വാരി വലിച്ച് എടുക്കുന്നവനായിരുന്നു. അവൻ്റെ കയ്യിലെപ്പോഴും പണസഞ്ചിയായിരുന്നു. എന്നാൽ ഈശോയെ കാണാൻ അവൻ ഓടി സിക്കമർ മരത്തിൽ കയറുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ ഈശോയെ കാണാൻ, അത് ഈശോയോടുള്ള സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ ഉരുവാകുമ്പോൾ അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കയ്യിലുള്ള പണം 4 ഇരട്ടിയായി ദരിദ്രർക്ക് അവൻ പങ്കുവെച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ വിശുദ്ധ പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നവനാ. എന്നാൽ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഈശോയെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുവാനും ഈശോയെ പ്രതി രക്തസാക്ഷി ആവുവാനും വിശുദ്ധ പൗലോസ്ലീഹയ്ക്ക് സാധിച്ചു. ഈശോയെ പ്രതി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഈശോയെ പ്രതി സഹിക്കാനായിട്ട് നമുക്കും കൃപ കിട്ടും. ഈശോയോടുള്ള സ്നേഹത്തിൽ സഹിക്കുമ്പോഴാണ് ഈ സഹനം മധുരമുള്ളതായി തീരുക. അല്ലെങ്കിൽ ആ സഹനം നമുക്ക് കയ്പായി മാറും, ഭാരമുള്ളതായി മാറും. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. 2 പേര് ഒത്തിരി സ്നേഹിക്കുന്ന 2 പേരാണെങ്കിൽ ആ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്വഭാവത്തോട് ഈ വ്യക്തി ഇണങ്ങിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാം. ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പലതും നമ്മൾ വേണ്ട എന്ന് വെക്കും. ഈ അടുത്തിടെ ഞാൻ ഒരു ഭാര്യയും ഭർത്താവിനെയും കണ്ടുമുട്ടാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഒത്തിരി കുടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സിസ്റ്ററെ, പക്ഷേ ഇവൾക്ക് ഞാൻ കുടിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുടി നിർത്തി. കണ്ടോ, ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മദ്യപാനം നിർത്തുവാനായിട്ട് ഈ സഹോദരനെ പ്രേരിപ്പിച്ചത് ജീവിത പങ്കാളിയോടുള്ള സ്നേഹമാണ്. ഇതുപോലെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അതുപോലെ നാം നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ മനസ്സിലാക്കുന്ന ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നമ്മുടെ സഹനം മധുരമുള്ളതായി മാറുക, സൗഖ്യമുള്ളതായി മാറുക, അത് മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നതായിട്ട് മാറുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ഉം 9-ഉം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. സഹനം അനുഗ്രഹമുള്ളതാക്കി തീർക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? മുടങ്ങാതെയുള്ള ദിവ്യബലി അർപ്പണം, കൂടെയുള്ള വിശുദ്ധ കുംഭസാരം, വിശുദ്ധ ഗ്രന്ഥ വായന, ഈശോയുടെ പീഡാസഹനങ്ങളുടെ ധ്യാനം, അതുപോലെ
വ്യക്തിപരമായ പ്രാർത്ഥനകൾ, ഇത് നമ്മെ ഈശോയുടെ സ്നേഹത്തിലേക്ക്, ഈശോയുടെ ആ സഹനത്തിലേക്ക് നമ്മളെ ഉൾച്ചേരുവാൻ നമ്മെ സഹായിക്കും. ഒരു ദിവസം സിസ്റ്റർ ഇങ്ങനെ ഈശോയുടെ ദിവ്യഗാനത്തിന് മുമ്പിലിരുന്ന് സഹനത്തെ പറ്റി ധ്യാനിച്ചപ്പോൾ സിസ്റ്ററിനെ കിട്ടിയ ഒരു ഉൾക്കാഴ്ച ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. സഹനത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താ? സഫറിങ്. ഈ സഫർ പ്ലസ് റിങ് ആണ് സഫറിങ്. ഈ റിങ് കിട്ടണമെങ്കിൽ സഹനം കൂടിയേ സാധിക്കൂ. ഈ സഹനമില്ലാതെ, അതാണ് പറയുന്നത് കുരിശില്ലാതെ കിരീടമില്ല എന്ന്. ഈ മഹത്വം വിശുദ്ധരുടെ ജീവിതത്തിലേക്ക്, ഏതൊരു വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയെല്ലാം സഹനങ്ങളുണ്ട്. സഹനങ്ങളില്ലാതെ ആരും മഹത്വത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇതുപോലെ നമ്മുടെ സഹനങ്ങളാണ് നമ്മുടെ വിശുദ്ധീകരണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സഹനങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ സാധിക്കും. അതുപോലെ ഈ സഫറിങ്ങിലുള്ള ആ റിങ് നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ സഹനങ്ങളെ നമ്മൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. അതിനാൽ സഹന നിമിഷങ്ങളിൽ നാം എന്താ ചെയ്യേണ്ടത്? സഹന നിമിഷങ്ങളിൽ ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. ഈശോയുടെ മുറിവുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുറിവുകളൊക്കെ എത്ര ചെറുതാ. ഈശോ സഹിച്ച വേദനകൾ ഓർക്കുമ്പോൾ നാം സഹിക്കുന്ന വേദനകളൊക്കെ എത്രയോ നിസ്സാരമാ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക, നിത്യജീവൻ പ്രാപിക്കുന്നതിന് കുരിശിൻ്റേതല്ലാതെ, സഹനത്തിൻ്റേതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് മുന്തിരിച്ചെടി നമ്മൾ വെട്ടിയൊരുക്കുന്ന പോലെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് സഹനത്തിലൂടെ ഈശോ നമ്മളെ കടത്തിവിടുന്നത്. സഹനങ്ങൾ മൂലം നേട്ടങ്ങൾ നിരവധിയാണ്, നമുക്ക് നഷ്ടങ്ങളല്ല. അവ നമുക്ക് ക്ഷമിക്കുവാനുള്ള ധാരാളം മേഖല നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കും. അതുപോലെ വിശുദ്ധിയിൽ നമ്മെ അഭിവൃദ്ധിപ്പെടുത്തും. പാപത്തിൽ നിന്നും പാപചാച്ചിലുകളിൽ നിന്നും അത് നമ്മെ രക്ഷിക്കുന്നു. സഹനം നമ്മെ വിശുദ്ധിയിലേക്ക് കൈപിടിച്ച് നടത്തുന്നു. വീണ്ടും ഏശയ്യായുടെ പുസ്തകം 48-ാം അധ്യായം 10-11 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത്. കർത്താവ് തൻ്റെ മക്കളായി നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് തൻ്റെ സ്വന്തമാക്കിയെടുക്കാൻ വേണ്ടിയാണ് വിവിധങ്ങളായ സഹനങ്ങൾ നമുക്ക് അനുവദിച്ചു തരുന്നത്. ഈ സമയം ഞാനൊരു എവിടെയോ വായിച്ച ഒരു കഥ ഓർത്തു പോവുകയാണ്. ഒരു ധനികനായ മനുഷ്യന് ഒരു മൾബറി തോട്ടമുണ്ടായിരുന്നു. അദ്ദേഹം എന്നും വൈകുന്നേരം ആ മൾബറി തോട്ടത്തിലൂടെ നടക്കുക പതിവായിരുന്നു. ഒരു ദിവസം അങ്ങനെ അയാൾ നടക്കുമ്പോൾ ഒരു മൾബറി തോട്ടത്തിൽ ഒരു കമ്പിൽ ഒരു സമാധിക്കൂട്, അതായത് ഈ ചിത്രശലഭത്തിൻ്റെയൊക്കെ പ്യൂപ്പ അവസ്ഥ എന്ന് പറയുന്ന ആ ഒരു സമാധിക്കൂട് അയാളുടെ കണ്ണുകളിൽ പെട്ടു. അയാൾ ഒന്നും കൂടി കാണുവാൻ വേണ്ടി അടുത്ത് ചെന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിടവുണ്ട്. അതിലൊരു പുഴു കിടന്ന് ഉരുളുകയും തിരിയുകയും വീർപ്പുമുട്ടുകയും ഒക്കെ ചെയ്യുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വിടവിലൂടെ ആ ഒരു ചിത്രശലഭം പുറത്തു വന്ന് അതിങ്ങനെ ഉയരങ്ങളിലേക്ക് പറന്നു. അടുത്ത ഒരു കമ്പിൽ വേറൊരു സമാധിക്കൂടും അദ്ദേഹം കാണുകയാണ്. അതിൽ നോക്കിയപ്പോൾ ആ സമാധിക്കൂടിൻ്റെ വിടവ് തീരെ ചെറുതാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ചിത്രശലഭം പുറത്തു വരട്ടെ എന്ന് കരുതി ഒരു ചെറിയ കമ്പെടുത്ത് അയാൾ ആ സമാധിക്കൂടിൻ്റെ ആ വിടവ് അല്പം വലുതാക്കി ഈ ചിത്രശലഭം പുറത്തേക്ക് വന്നു. പക്ഷേ അത് കുറച്ച് പൊങ്ങിയപ്പോഴും അത് വീണ്ടും അത് നിലം പതിച്ചു. കാരണം അത് ആ സമാധിക്കൂട്ടിൽ കിടന്ന് അധിക നേരം ഉരുളുകയോ പരളുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് അതിന് പെട്ടെന്ന് പറക്കുവാൻ സാധിക്കാതെ അത് നിലം പതിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ സഹനത്തിലൂടെയും വേദനയിലൂടെയും കടന്നു പോയാലാണ് നമ്മുടെ മനസ്സിനും ആത്മാവിനും ശക്തി ലഭിച്ച് വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. 2007, 2008 കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. രോഗങ്ങളിലൂടെ, പലവിധ രോഗങ്ങളിലൂടെ കടന്നുപോയ സമയം, ഞാൻ ആ സമയം ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ കടന്നു വന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട നായ്ക്കൻ മാമലച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ, നിൻ്റെ സഹനങ്ങൾ നിസ്സാരമാക്കരുത്. എനിക്ക് അച്ഛനൊരു കാര്യം പറഞ്ഞു തന്നു.
എൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ സഹനങ്ങളെ, ഇപ്പോൾ അനുഭവിക്കുന്ന സഹനങ്ങളെ, ഇനി വരാനിരിക്കുന്ന സഹനങ്ങളെയും ഈ ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ ഈ ലോകത്തിലെ 5 ലക്ഷം മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് സ്തുതിക്കാനായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ രോഗത്തിന് ശമനമുണ്ടായി. ആത്മാക്കളുടെ രക്ഷ അതിലൂടെ സാധ്യമായിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഇതുപോലെ എൻ്റെ ജീവിതത്തിലും ഒറ്റപ്പെട്ട അവസ്ഥകളും വേദനകളും ഉണ്ടായപ്പോൾ ഞാനും ഒരു 2-3 വർഷം മുമ്പ് 40 ദിവസം ഞാൻ രാത്രിയിൽ നോമ്പ് കാലത്ത് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ചെലവഴിച്ചു. ആ ദിവ്യകാരുണ്യനാഥൻ്റെ തീക്കട്ടയുടെ അടുത്തിരുന്നു കൊണ്ട് എൻ്റെ വേദനകളും നൊമ്പരങ്ങളും ഒറ്റപ്പെടലുകളും ഞാൻ പങ്കുവെച്ചപ്പോൾ എന്നിലും കുറേയൊക്കെ കത്തി ചാമ്പലായിട്ടുണ്ട്. എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി തീർത്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ അടുത്ത് വരുന്ന മക്കളുടെ വേദനയുടെ ആഴം മനസ്സിലാക്കുവാനായിട്ട് ആ സഹനങ്ങൾ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മുടെ സഹനങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. കാൽവരിയിലെ നെറുകയിൽ നമുക്കായി തകർക്കപ്പെട്ട, മുറിവേൽക്കപ്പെട്ട യേശു ആ മുറിവേറ്റ കരങ്ങളാൽ നമ്മെ ചേർത്ത് പിടിച്ച് നമ്മെ ആശ്വസിപ്പിക്കും. നമ്മുടെ സഹനങ്ങളിൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹനങ്ങളെ നമുക്ക് രക്ഷാകരമാക്കാം. നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.